സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ബോംബ് ഭീഷണി ഇപ്പോൾ നിത്യസംഭവമാവുകയാണ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇന്ന് ബോംബ് ഭീഷണി വന്നത്. ഇന്നലെ രാത്രിയാണ് DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ബോംബ് ഭീഷണി എത്തിയത്. ഹിസ്ബുൾ മുജാഹിദീന്റെ പേരിലാണ് ഭീഷണി സന്ദേശം വന്നത്. വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലും ഒക്കെ ഇതുപോലെ ഭീഷണി വന്നിരുന്നു. അത് തുടർ സംഭവമാവുകയാണ്. DIGയുടെ മെയിലിലേക്ക് വന്നു എന്നതുകൊണ്ട് തന്നെ വലിയ കാര്യമായി തന്നെ ഗൗരവമായി തന്നെ ഇതെടുത്ത് പരിശോധന നടക്കുന്നുണ്ടോ? ശ്രീജ, ഗൗരവമായി തന്നെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് DIG CSFന്റെ എറണാകുളം റേഞ്ച് DIGയുടെ മെയിലിലേക്ക് ഈ ഒരു സന്ദേശം വരുന്നത്. ഇത് ബോംബ് വെച്ചിട്ടുണ്ട്, വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി സന്ദേശമാണ് വരികയും ചെയ്യുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ, വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ്. ഓരോ തവണയും ഭീഷണിയിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ വിമാനത്താവളത്തിൽ നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഭീഷണി വന്നിരുന്നു. അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വന്ന സന്ദേശത്തിനും അതനുസരിച്ച് തന്നെ ഉള്ള നടപടികളിലേക്കാണ് CSF പോയത്. സമീപത്തുള്ള നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുണ്ട്. അവരും ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. വരുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ യാത്രക്കാർ എല്ലാവരെയും തന്നെ കൂടുതലായിട്ട് തന്നെ പരിശോധനകളിലേക്ക് വിധേയമാക്കി തന്നെയാണ് കടന്ന് പോവുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇത് ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നത് തുടക്കത്തിൽ തന്നെ, വളരെ തുടക്കത്തിൽ തന്നെ, പരിശോധനയുടെ തുടക്കത്തിൽ തന്നെ അത് അത്ര ഇത് പതിവ് പോലെ തന്നെ വ്യാജ സന്ദേശമാണ് എന്ന് തന്നെയും ബോധ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തെങ്കിലും വിടാതെയുള്ള പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത്. അത് എല്ലാ രീതിയിലുള്ള മേഖലകളിലേക്ക്, വിമാനത്താവളത്തിലേക്കുള്ള ബാഗേജുകൾ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന തുടരുന്നുണ്ട്. നിലവിൽ സംശയിക്കത്തക്കതോ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമോ ഇല്ല എന്ന് തന്നെയാണ് വിമാനത്താവള അധികൃതരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. സാധാരണഗതിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്ന് എന്ന രീതിയിൽ തന്നെയാണ് അവരിതിനെയും കാണുന്നത്. പക്ഷേ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നു. ഇതുവരെയുള്ള പരിശോധനകളിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് വിമാനത്താവള അധികൃതരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ശ്രീജ. ശരി, ഡാനി.